ഹലോ ഗൈസ്, നമുക്കിനി മിസലേനിയസ് ടോപ്പിക്സിലേക്ക് കിടക്കാം. സോ എൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് സോബൻ പീറ്റർ ആൻഡ് പാർക്കാണ്. സോ ഫസ്റ്റ് വിൽ ഗോ ടു ഹെൽത്ത് പ്രൊമോഷൻ. സോ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇറ്റ് ബിഗാൻ ഇൻ ദ 20th century. ഓക്കെ, സോ അതുവരെ നമ്മളൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലെവലിലുള്ള ഹെൽത്തിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. സോ വി ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു പബ്ലിക് ഹെൽത്ത്. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഹെൽത്ത് പ്രൊമോഷൻ ഇസ് ദാറ്റ് it was realized that public health had neglected the citizen as an individual and the state had a direct responsibility for the health of the individual. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എന്നാണ്, അതായത് ഒരു കൺട്രീൻ്റെ ഈക്വൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഓരോ ഇൻഡിവിജ്വലിനെയും ഹെൽത്തി ആക്കി മാറ്റുക എന്നുള്ളത്. സോ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഓക്കെ, സോ definition of health promotion is the process of enabling people to increase control over and to improve health. സോ ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചോളൂ. ഇങ്ങനെ ഡെഫിനിഷനായിട്ട് തന്നെ തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഓപ്ഷൻസിൽ കൺഫ്യൂസിംഗ് ആയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് പ്രൊമോഷൻ, ഹെൽത്ത് പ്രിവെൻഷൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. സോ ഹെൽത്ത് പ്രൊമോഷൻ്റെ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ഡെഫിനേഷനാണ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു ഇൻക്രീസ് കൺട്രോൾ ഓവർ ആൻഡ് ടു ഇംപ്രൂവ് ദ ഹെൽത്ത്. ഓക്കെ, then it is not directed against any particular disease, but it is intended to strengthen the host through a variety of approaches or interventions. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ല ഇവിടെ പറയുന്നത്, അതായത് ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ത്രൂ സർട്ടൺ ഇൻ്റർവെൻഷൻസ്. അതാണ് ഹെൽത്ത് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിൽ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്കിവിടെ മെയിൻലി പഠിക്കാനുള്ളത് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ആൻഡ് അതർ ഇൻ്റർവെൻഷൻസ് ഇൻവോൾവ് എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻസ്, ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻസ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. ഓക്കെ, ഇതെല്ലാം കൊണ്ട്, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ടും എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻസ് കൊണ്ടും ന്യൂട്രീഷണൽ ആയിട്ടുള്ള പല ടൈപ്സ് ഓഫ് ഇൻ്റർവെൻഷൻസ് കൊണ്ടും ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടും എല്ലാം വി ആർ ട്രൈങ് ടു ഇംപ്രൂവ്, വി ആർ ട്രൈങ് ടു പ്രൊമോട്ട് ദ ഓവറോൾ ഹെൽത്ത് ആൻഡ് ദർബൈ ഇൻക്രീസിങ് ഓർ ഇംപ്രൂവിങ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ആസ് വെൽ. സോ അതാണ് ഹെൽത്ത് പ്രൊമോഷൻ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന concept. We have to learn more about health education. Okay, and just understand the definition of health education. It was given by John M. Last. So it is the process by which individuals and group of people learn to behave in a manner conducive to promotion, maintenance or restoration of health. അതായത് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹെൽത്തിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന്, ബാഡ് ഹാബിറ്റ്സിൽ നിന്നും നമ്മളെ റിസ്ട്രെയിൻ ചെയ്യാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ മീൻസ്. ഓക്കെ, സോ ഇൻഡിവിജ്വൽസിനും കൊടുക്കാം, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും കൊടുക്കാം. സോ വി ആർ ട്രൈങ് ടു മേക്ക് ദം ലേൺ ഇൻ എ മാനർ ബൈ വിച്ച് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ്, മെയിൻറ്റനിങ് ആൻഡ് റെസ്റ്റോറിംഗ് ഹെൽത്ത്. ഓക്കെ, ഇറ്റ് വാസ് ഗിവൻ ബൈ ജോൺ എം ലാസ്റ്റ്. വേറൊരാൾ ജോൺ എം ലാസ്റ്റ് എന്ന വേറൊരു വേൾഡ് വൈഡ് ഡെഫിനിഷനാണ് ഡെഫിനിഷൻ ഓഫ് എപ്പിഡമോളജി. ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസിപ്പൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നോക്കാം. നിങ്ങൾ കുറേ UG ടൈമിൽ പഠിച്ചിട്ടുണ്ടാവും 13 പ്രിൻസിപ്പൾസ്, ആൻഡ് ഇറ്റ് യൂഷ്വലി essay ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു പോയിന്റ് വന്നിട്ട് ഇത് ഏത് പ്രിൻസിപ്പിളാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം പ്രിൻസിപ്പൾസിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കും. ഓക്കെ, സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി എന്ന് വെച്ചാൽ യൂഷ്വലി ട്രസ്റ്റ് വർത്തിനെസ് ആണ്, അതായത് വിശ്വാസം. ദ തിങ് വാട്ട് യു ആർ സേയിങ് ഇറ്റ് ഷുഡ് ബി ക്രെഡിബിൾ. അതിനൊരു എന്താ പറയുക, ഒരു പ്രൂഫ് ഉണ്ടാവണം. അല്ലാണ്ട് നമുക്ക് വായ തോന്നിയ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതല്ല ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിഗ്രി ടു വിച്ച് എ മെസ്സേജ് ഇസ് പെർസീവ്ഡ് ആസ് ട്രസ്റ്റ് വർത്തി, and it should be based on scientific evidence, and it should be based on facts, and it should be consistent and should be compatible with the scientific knowledge. എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോക്ക് തരികയാണ് റിഗാർഡിങ് സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഇൽ ഇഫക്ട്സ്. അപ്പം ഞാൻ പറയുകയാണ്, കഴിഞ്ഞ വർഷം 2 lakhs ആൾക്കാർ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം ഇന്ത്യയിൽ മരിച്ചു. ഓക്കെ, ഞാൻ ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോക്ക് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു ക്ലാസ്സിൽ പോയിട്ട് ഞാൻ പറയുകയാണ് സിഗരറ്റ് സ്മോക്കിംഗ്, സെയിം ടോപ്പിക് തന്നെ, വേറൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പം ഞാൻ പറയുകയാണ് സിഗരറ്റ് സ്മോക്കിംഗ് കാരണം 1 ലക്ഷം പേര് ഇന്ത്യയിൽ മരിച്ചു. സോ ദാറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് കൺസിസ്റ്റൻറ്റ്. അപ്പോൾ എനിക്ക് വായ തോന്നിയ വാല്യൂസും എനിക്ക് വായ തോന്നിയ കാര്യങ്ങളും അല്ല നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പം പറയേണ്ടത്. ഓക്കെ, വി ആർ സപ്പോസ് ടു ടെൽ ദ സയൻറ്റിഫിക് നോൺ ഫാക്ട്സ്. അതിന് പ്രൂഫ് ഉണ്ടാവണം, അതിന് എവിഡൻസ് ഉണ്ടാവണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കണം, അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് ക്രെഡിബിലിറ്റി മീൻസ്. അപ്പം ആ ഒരു ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ദ പീപ്പിൾ ഹും യു ആർ ഇൻറ്റൻഡഡ്, നിങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ വെച്ചിട്ട് അവരെ എയിം ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് തിങ്ക് ദാറ്റ് ദ ടോക്ക് വാട്ട് യു ആർ ഗിവിങ് ഈസ്
ക്രെഡിബിൾ, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം, അവർക്കതിൽ ബിലീഫ് ഉണ്ടാവണം. സോ അപ്പം നിങ്ങളിങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ഒരു വാല്യൂ വേറൊരു സ്ഥലത്ത് വേറൊരു വാല്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പം വേറെ ആൾക്കാർ എന്തെങ്കിലും അത് ക്രോസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും വൈസ് അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസത കുറവാണെന്ന് അറിയുകയാണെങ്കിൽ ദെൻ പീപ്പിൾ വോണ്ട് ചേഞ്ച്. വാട്ട് ഈസ് അവർ അൾട്ടിമേറ്റ് എയിം? അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്തിലേക്ക് വി ഷുഡ് മേക്ക് ദം, okay, we should make them to stop their ill behavior, and we should help them in promoting, maintaining and restoring health. സോ അതിന് നമ്മളൊരു സയൻറ്റിഫിക് ബേസ് ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൂഫുള്ള കാര്യങ്ങളും മാത്രമേ പറയാവൂ. ആൻഡ് what you are explaining to them, it should be credible and it should be trustworthy. So that is the first and important principle, credibility. Okay, അടുത്തതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. സോ വാട്ട് ഈസ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് ഈസ് ലൈക്ക് സിമ്പിൾ. ഇപ്പം നിങ്ങൾ ഈ ടോപ്പിക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു വിൽ ലിസൺ ടു ദാറ്റ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുമ്പം യു പീപ്പിൾ ഹാവ് എ thing in mind that, oh, this is important and it might ask for your NEET MDS and all. So you might listen അല്ലേ. ചില ആൾക്കാർ അതും ബോധോടായിരിക്കില്ല, ഇതൊക്കെ എന്ത് അങ്ങനെ ഉണ്ടാവാം. സോ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്. എനിക്ക് എക്സാം വരുന്നുണ്ട്, എനിക്ക് പഠിച്ചേ പറ്റൂ. സോ അങ്ങനെയുള്ള കേസിലാകുമ്പോൾ ദേ മൈറ്റ് ലിസൺ. അതാണ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് എന്തിനും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഫെൽറ്റ് നീഡ്. ഇൻ ദാറ്റ് കേസ് പീപ്പിൾ വിൽ ബി ഗ്ലാഡ്ലി പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഹെൽത്തി സ്ലോഗൻസ് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബി ഫിറ്റ്, ബി സ്റ്റേ ഹെൽത്തി, ബി അവേ ഫ്രം ഓൾ ദ ഡെലിറ്റീരിയസ് ഹാബിറ്റ്സ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. വി ഷുഡ് മേക്ക് ദം ഫീൽ that is it is what we are telling, what we are saying is important to them, and what we are explaining is like needed to them. അങ്ങനെ നമ്മളൊരു ബിലീഫ്, അങ്ങനെ ഒരു കാര്യം നമ്മൾ അവരിൽ ഉണ്ടാക്കണം. സോ ഇഫ് ദേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അവർക്കൊരു ആവശ്യമുള്ള സാധനമാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ they will easily participate. അപ്പോൾ നമുക്കൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവരതിൽ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ദ റിയൽ ചാലഞ്ച് ലൈസ് വെയർ ടു ഫൈൻഡ് ഔട്ട് വാട്ട് എക്സാക്ട്ലി ദ ഹെൽത്ത് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആർ. അവിടെയാണ് ചാലഞ്ച് എടുക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേറ്ററിന്. അപ്പം നമുക്ക് എല്ലാ നീഡ്സും നമുക്ക് അങ്ങനെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡി ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു സക്സസ്ഫുൾ പ്രോഗ്രാമായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. Okay, so the two principles we have completed now, that is credibility, interest, and now we are moving to third principle, that is participation. Okay, so participation, as I said earlier, നമ്മളൊരു ക്ലാസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോർമൽ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഇഫ് ദ പീപ്പിൾ ഹു ആർ ലിസണിങ് ടു ഇസ് നോട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ദെൻ അത് ആക്ച്വലി ഒരു ഹാഫ് സക്സസ്സേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫ്രം ദ സെൻറ്റർ സൈഡ്, അല്ലെങ്കിൽ ഞാനാണ് ഇപ്പോൾ സെൻറ്റർ, അപ്പം ദ പേഴ്സൺ ഹു കൺവേസ് ദ മെസ്സേജ് ഇസ് എ സെൻറ്റർ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ്, ബട്ട് റെസിപ്രോക്കേറ്റിംഗ് ആയിട്ട് വി ഷുഡ് ഗെറ്റ് എന്താ പറയുക, ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ടെൽ ദാറ്റ് വാട്ട് എവർ ഐ ആം ട്രൈങ് ടു കൺവേ ദാറ്റ് ഈസ് എൻട്രിങ് ഇൻ ടു എ ഹെഡ് അല്ലേ. അല്ലാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് അവർ കേട്ടിട്ട് നമുക്കൊരു ഐഡിയ കിട്ടില്ല. സോ the participation is the best method to interact with the sender as well as the receiver. അപ്പം നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, we should encourage people to work actively and identify their problems along with the health workers finding the solution. അപ്പം ഒരു ക്ലാസ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പം നമ്മൾ അവരെ തന്നെ ആക്റ്റീവായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അത് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് അവരെ കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി ചെടിച്ചിട്ട് then we will suggest the solutions to those problems. Okay, അതാണ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് മോട്ടിവേഷൻ. സോ motivation means, the simple word meaning is a fundamental desire to learn. So that is what a motivation. അപ്പം മോട്ടിവേഷൻ തന്നെ ആക്ച്വലി പ്രൈമറി മോട്ടീവ് ഉണ്ട്, സെക്കൻഡറി മോട്ടീവ് ഉണ്ട്. ഓക്കെ, പ്രൈമറി മോട്ടീവ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള ഒരു മോട്ടീവ്, ദാറ്റ് ഈസ് നമ്മുടെ വിശപ്പ്. ഓക്കെ, അതൊക്കെ നമ്മുടെ പ്രൈമറി മോട്ടീവിന് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ സെക്കൻഡറി മോട്ടീവ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു റിവാർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ട് ഒരു മോട്ടിവേറ്റഡ് ആക്കുന്നതാണ് നമ്മുടെ സെക്കൻഡറി മോട്ടീവ്. ഓക്കെ, സോ ദിസ് നീഡ് ഫോർ ആൻ ഇൻസെൻറ്റീവ്, എന്തെങ്കിലും ഒരു റിവാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, ഒരു ഇൻസെൻറ്റീവിന് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ലേണിംഗ് ടു ചേഞ്ച്. ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് ഒരു പടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി മോട്ടിവേഷനിൽ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടും ചെയ്യാം, നമുക്കൊരു നെഗറ്റീവ് രീതിയിലും മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളൊരു പോസിറ്റീവ് മോട്ടിവേഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒബേസ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. ഇപ്പോൾ ഞാൻ കാർഡിയോവാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസിനെ പറ്റി ക്ലാസ് എടുക്കുമ്പം ഇഫ് ഐ ഫൈൻഡ് എ ഒബേസ് ലേഡി ആൻഡ് ഐ എം ടെല്ലിങ് ഹർ ലൈക്ക് യു മാഡം യു ആർ സോ ഒബേസ്, യു ആർ high, your BMI will be crossing above 30, and if you go like this, if you continue like if you still stick on to the habits, you might get a cardiovascular heart disease, you might get a myocardial infarction, and finally you will dead at a very early age. So if I tell her like this, she will be like, oh, this I'm hearing since my childhood, doesn't matter, she'll be like that. Okay, so that is the kind of we are telling her all the ill effects. Okay, and we are trying to motive, but that has got a negative image, a negative impression on her. In another sense, if I am trying to tell her like, oh madam, you look so beautiful, your face is so beautiful, if you try to lose weight by a 5 kgs or by a 3 kgs or something, you will again be damn and beautiful, so you can even go for a beauty pageant. Okay, so that is kind of a positive motivation. We are trying to make her happy in a way. So അങ്ങനെ നമ്മളൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് തന്നെ ഓ ഓക്കെ ദെൻ ദാറ്റ് ഈസ് ഗുഡ്, ദാറ്റ് ഈസ് നോട്ട് ബാഡ്, റൈറ്റ്? സോ ഷീ മൈറ്റ് ചേഞ്ച് അല്ലേ. മറ്റേ ഫസ്റ്റ് വണ്ണിനെക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആണ് കൈൻഡ് ഓഫ് എ പോസിറ്റീവ് മോട്ടിവേഷൻ. സോ അതാണ് മോട്ടിവേഷൻ്റെ ഒരു വലിയ ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ ഒരു കുട്ടീനെ എന്നും രാവിലെ നേരത്തെ 6 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയും, എന്നും 6 മണിക്ക് എണീക്കുകയാണെങ്കിൽ ഐ വിൽ ഗിവ് യു ചോക്ലേറ്റ്. സോ ടു ഗെറ്റ് ദറ്റ് ചോക്ലേറ്റ് ഹി ഗ്രാജുവലി ഡെവലപ്സ് എ ഹാബിറ്റ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി. സോ ആ ഒരു ഗുഡ് ഹാബിറ്റ് ആ കുട്ടിയിലേക്ക് ഇൻകൾക്കേറ്റഡ് ആയി. സോ ദാറ്റ് ഈസ് വാട്ട്. സോ ആൻഡ് ദിസ് മോട്ടിവേഷൻ ഇസ്, റിമെമ്പർ, ഇറ്റ് ഈസ് ഹൈലി കണ്ടീജിയസ്. ഇപ്പം ഒരു ഗ്രൂപ്പിൽ ഒരാൾ നമ്മൾ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഹി ക്യാൻ സ്പ്രെഡ് ദാറ്റ് മോട്ടിവേഷൻ ടു ദ എൻറ്റയർ പീപ്പിൾ. അപ്പോൾ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈവൻ ദോ ഇഫ് യു ആർ ടാർഗറ്റിംഗ് എ ഗ്രൂപ്പ്, അതിനകത്ത് ഒരാൾ തന്നെ നന്നായി കഴിഞ്ഞാൽ തന്നെ ആ എൻറ്റയർ ഗ്രൂപ്പും നന്നാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന പ്രിൻസിപ്പിൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സോ വി ഹാവ് കംപ്ലീറ്റഡ് 4 പ്രിൻസിപ്പിൾസ്: ക്രെഡിബിലിറ്റി, ഇൻട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ, മോട്ടിവേഷൻ. So next principle is comprehension. Okay, comprehension is the ability to understand, or the level of understanding, അല്ലെങ്കിൽ ലിറ്ററസി ലെവൽ. അതായത് നമ്മൾ പറയുന്ന കാര്യം കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതായത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഓഡിയൻസിന്. ദാറ്റ് ഈസ് വാട്ട് ദ കോംപ്രിഹെൻഷൻ പ്രിൻസിപ്പിൾ മീൻസ്. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു take care of here is we have to always convey in a way that every common man can understand. So that is about comprehension. അപ്പം നമ്മൾ ഓഡിയൻസിൻ്റെ ഒരു ലിറ്ററസി ലെവൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ. ഇപ്പം ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വി വിൽ ബി ഹാവിങ് എ മിക്സ്ഡ് പോപ്പുലേഷൻ, ഒരു ഹെട്രോജനസ് പോപ്പുലേഷൻ ആയിരിക്കും. സോ അവരുടെ ഒരു ലിറ്ററസി ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വി ഷുഡ് ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ഒരു ഡോക്ടർ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ 1 ടീസ്പൂൺ ഒരു മരുന്ന് കഴിക്കണം ത്രൈസ് എ ഡേ എന്ന് പറയുകയാണ്. അപ്പം ഒരു വില്ലേജിൽ പോയിട്ട്, സോ ആ ഒരു വില്ലേജിൽ പോയിട്ടുള്ള ആൾക്ക് ടീസ്പൂൺ എന്താണെന്ന് പോലും അറിഞ്ഞില്ലെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് അല്ലേ. അപ്പം എപ്പോഴും വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവരെയും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് വേണം വി ഷുഡ് ഗിവ് എ health education. Okay, so next one is reinforcement. So what is reinforcement? Okay, reinforcement is like what I am regularly doing in my class. Okay, that is like repetition. Okay, so repetition is like again and again I'm trying to repeat those things so that it will stick onto your head at least for some time. Okay, otherwise you'll go back into the pre-awareness stage. അതായത് അതിപ്പം വളരെ കോമൺ ആണ്, എല്ലാവർക്കും അത് സംഭവിക്കും. ഇപ്പം നമ്മളൊരു പുതിയ കാര്യം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇഫ് യു ആർ നോട്ട് കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ഇറ്റ്, നമുക്ക് വീണ്ടും അത് ഓർമ്മയുണ്ടാവില്ല. സോ ദാറ്റ് ഈസ് നോട്ട് എ ഫോൾട്ട്. അതങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ്റെ ഒരു എന്താ പറയുക ഘടന. സോ ഇറ്റ് ഈസ് ലൈക്ക് റീഇൻഫോഴ്സ് ചെയ്യണം, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വി ഷുഡ് എന്താ പറയുക ബ്രെയിനിലേക്ക് അതിന് കുത്തിക്കയറ്റണം. ദെൻ ഓൺലി അതവിടെ സ്റ്റേ ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഇഫ് വി ആർ നോട്ട് റിപ്പീറ്റിംഗ് ഓർ ഇഫ് യു ആർ നോട്ട് പ്രോപ്പർലി റീഇൻഫോഴ്സിങ്, വിൽ ഗോ ബാക്ക് ഇൻ ടു ദ പ്രീ അവെയർനെസ് സ്റ്റേജ്. അതായത് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് വീണ്ടും പോകും. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ദെൻ കംസ് ലേണിംഗ് ബൈ ഡൂയിങ്. സോ ലേണിംഗ് ബൈ ഡൂയിങ്, നിങ്ങൾ ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു വേർഡ് എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഒരു ചൈനീസ് പ്രോവർബ് ഉണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് ലൈക്ക് ഇഫ് ഐ ഹിയർ ഐ ഫർഗെറ്റ്, ഇഫ് ഐ സീ ഐ റിമെമ്പർ, ഇഫ് ഐ ഡു ഐ നോ. ഓക്കെ, അതുപോലെ തന്നെയാണ് ലേണിംഗ് ബൈ ഡൂയിങ്. ഞാൻ കേൾക്കുകയാണെങ്കിൽ ഞാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ കാണുകയാണെങ്കിൽ ഐ മേ റിമെമ്പർ. ഓക്കെ, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ അണ്ടർസ്റ്റാൻഡ്. അതാണ് ലേണിംഗ് ബൈ ഡൂയിങ്ങിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോവർബ്. ഓക്കെ, സോ ദ ഹെൽത്ത്
എഡ്യൂക്കേഷൻ്റെ മെയിൻ തീം അല്ലെങ്കിൽ മെയിൻ കോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മെമ്മറൈസിങ് ദ തിങ്സ് വാട്ട് യു ഹാവ് ടോട്ട് ലൈക്ക് പോയിന്റ് വൈസ് മെമ്മറൈസ് ചെയ്യല്ല. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ സിഗരറ്റ് എന്താ പറയുക ആബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ സിഗരറ്റ് വിഡ്രോവലിനുള്ള വാട്ട് ആർ ദ ട്രിക്സ് എന്നൊക്കെ എന്നുള്ള പോയിന്റ് ഇട്ടിട്ട് നമ്മളത് ഓർത്തിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റേ അവേ ഫ്രം സിഗരറ്റ്, മോർണിംഗ് തന്നെ വേറെ നിക്കോട്ടിക്സ് ചൂയിങ്, അതൊന്നും അല്ല. പോയിന്റ് വൈസ് നമ്മൾ ഓർത്തിരിക്കുക. ഓഫ് കോഴ്സ് വി ഷുഡ് റിമെമ്പർ, ബട്ട് ദ ഐഡിയ, ബട്ട് ദ സക്സസ് ഇസ് ലൈയിങ് ഇൻ making those things into action. We should follow those pattern, otherwise there is no point. So that is important, learning by doing. ചെയ്തിട്ട് നമ്മൾ അതിനെ we should make it as a habit. So that is that principle means learning by doing. Okay, so പിന്നെ വേറൊരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് അല്ല. ഇപ്പോൾ ഞാൻ ലേണിംഗ് ബൈ ഡൂയിങ്ങിന് വളരെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണെങ്കിൽ, നിങ്ങൾ ക്യാവിറ്റി കട്ടിങ് ഒക്കെ നമ്മൾ കുറേ തിയറി പഠിച്ചിട്ടുണ്ട്. നിങ്ങളത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ക്യാവിറ്റിയുടെ വിഡ്ത്തും ഡെപ്ത്തും മറ്റേ പ്രിൻസിപ്പൾസ് ഓഫ് ക്യാവിറ്റി പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ യൂസ്ഡ് ആയത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ലേണിംഗ് ബൈ ഡൂയിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫൈനലി വി ഹാവ് ടു മേക്ക് ദം, or we have to make those people to sustain to good habits and thereby promoting health and restoring health. Okay, so the another principle is known to unknown. ഓക്കെ, അതായത് അറിയുന്ന സംഭവത്തിൽ നിന്നും അറിയാത്തതിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, സോ അതായത് ഫ്രം സിമ്പിൾ ടു മോർ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ആദ്യം തന്നെ ക്ലാസ്സിൽ കയറിയിട്ട് വളരെ ആഷ് ബൂഷ് അല്ലെങ്കിൽ ഹൈഫൈ തിങ്സ് പറഞ്ഞാൽ പീപ്പിൾ വോണ്ട് ലിസൺ. സോ ഫസ്റ്റ് തന്നെ അവർ വിചാരിക്കും എന്തൊക്കെയാ പറയുന്നത്, ഞാനും വിചാരിച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മളെപ്പോഴും ഏത് ക്ലാസ് ആണെങ്കിലും, ഇറ്റ് ഇസ് നോട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ മാത്രമല്ല, ഏത് ക്ലാസ് ആണെങ്കിലും. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും. സോ വി ഹാവ് എ പാറ്റേൺ, റൈറ്റ്? നമ്മൾ അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചിലപ്പം സെൻറ്ററിലോ അല്ലെങ്കിൽ അവസാനമൊക്കെ ആയിട്ടേ പറയുള്ളൂ. സോ വി ഷുഡ് മേക്ക് ദ പീപ്പിൾ ഓർ വി ഷുഡ് മേക്ക് ദ ഓഡിയൻസ് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ വി ഷുഡ് ടെൽ അങ്ങനെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ കോംപ്ലിക്കേറ്റഡ് സ്റ്റഫ് പറയരുത്. നമ്മൾ ആദ്യം തന്നെ വളരെ ബേസ് ലെവലിൽ നിന്ന് തുടങ്ങി വി ഷുഡ് മേക്ക് ഇറ്റ് മോർ കോംപ്ലെക്സ്. ഓക്കെ, ആൻഡ് വി ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വേർ ദ പീപ്പിൾ ആർ. അതാണ് ഞാൻ പറഞ്ഞത്, അവരെ ഒരു ലിറ്ററസി ലെവൽ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് വി ഷുഡ് ടേക്ക് ദം ടു ദ area or the arena of new knowledge. So that is what known to unknown, simple to complex. Okay, so നമ്മൾ credibility പഠിച്ചു, interest പഠിച്ചു, then we have studied participation, comprehension, reinforcement, learning by doing, known to unknown. 7 principles is over. So now we are moving to setting an example. Okay, ആ പിക്ചർ കണ്ടാൽ തന്നെ it will be clear for you. ഇപ്പം നമ്മളൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോക്ക് കൊടുക്കുന്ന ഒരു ഹെൽത്ത് എഡ്യൂക്കേറ്റർ, if a person who have attended his health education sees that person himself is smoking or he is holding a cigarette in his hand, okay, then what is the probability that a health that audience will listen to his talk or will try to inculcate that good habit? It's 0%. 100% he won't. Okay, 0% chance that he might change his behavior. So നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എയിം അറ്റ്ലീസ്റ്റ് ഒരു നമ്മുടെ അറ്റൻഡ് ചെയ്ത ഒരു 70% ആൾക്കാരെങ്കിലും, 100 ആണ് നമ്മുടെ എയിം, 100% ആൾക്കാരെങ്കിലും നല്ലൊരു ബിഹേവിയർ തുടങ്ങണം. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 80 അല്ലെങ്കിൽ 70. ഇപ്പം നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, നമ്മളതിനെ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേഷൻ കേൾക്കുന്ന ആൾക്കാർ അത് ലിസൺ ചെയ്യില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് സെറ്റിംഗ് ആൻ എക്സാമ്പിൾ. വി ഷുഡ് ഓൾവേസ് സെറ്റ് എ ഗുഡ് എക്സാമ്പിൾ ഇൻ തിങ്സ് ഹീ ഈസ് ടീച്ചിങ്, അറ്റ്ലീസ്റ്റ് അങ്ങനെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആൻഡ് നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്. ഓക്കെ, സോ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആർ ദ ഏജൻറ്റ്സ് ഓഫ് ചേഞ്ച് ആണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ വില്ലേജോ അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ ഒരു ലീഡറിനെ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, സോ ദീസ് ലീഡേഴ്സ്, ഇഫ് ദ ലീഡേഴ്സ് ആർ കൺവിൻസ്ഡ് അബൌട്ട് എ പ്രോഗ്രാം, അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ്, ഒരു ക്ലാസ്സിലൊരു ലീഡേഴ്സിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദറ്റ് പ്രോഗ്രാം വിൽ ബി വെരി ഈസി. ഓക്കെ, ആൻഡ് ലീഡേഴ്സ് ആർ കോൾഡ് ആസ് ഏജൻറ്റ്സ് ഓഫ് ചേഞ്ച്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഗ്രാം സേവക് അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ വില്ലേജ് ചെയർമാൻ അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും. സോ ദോസ് പീപ്പിൾ വിൽ ബി, ദ വില്ലേജസ് വിൽ ബി സോ മാഡ്ലി എന്താ പറയുക, അയാളെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത് ഹി വിൽ ബി ഈക്വൽ ടു ഗോഡ്. ആൻഡ് ഓൾസോ if that person is convinced easily regarding a health education or regarding a particular behavior, then he can also convince his fellow beings. So adana community leaders and important. They are called as the agents of the change, and the greatest motto in them will be like we have to follow our leaders. So avadeyanu nammal
നമ്മുടെ ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അവിടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. സോ ട്രൈ ടു ചേഞ്ച് ഫസ്റ്റ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ദെൻ അതേഴ്സ് വിൽ ഫോളോ ഹിം. സോ അതാണ് ഒരു പ്രിൻസിപ്പൽ. ആൻഡ് നൗ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ്. ഇത് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലല്ല, എല്ലായിടത്തും ഈ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് ബാധകമാണ്. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻ എ ഗുഡ് റിലേഷൻ ഓർ ഗുഡ് ടേംസ് വിത്ത് everyone, things will be very easy here, alle. And this building a good relationship with people goes hand in hand with developing communication skills. അപ്പം നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ we should have a good rapport with the audience to which whom we are speaking. So sharing of ideas takes place very easily. Okay, good human relations, of course we can share the ideas, or we can share things very easily. Otherwise, if a people and a teacher and a students who are listening to her or his class, if they have some problem with the teacher, obviously the teacher also can't teach well and the students also can't listen well. So always maintain a good human relations. Next principle is feedback. Okay, we should always give us a feedback, like how you guys are doing, so that we can improve our skill. Okay, this feedback is a key concept in health education, not only in health education, in all sense of education. So always give us a feedback. We can improve, we can correct, and we can reduce the flaws and everything. So that is very important in education, and even in health educations. Okay, the 13th principle is soil, seed and sower. സോ ഇത് പഴയ എഡിഷൻ സോബൻ പീറ്ററിലുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ദർ ഇൻ പാർക്കിലില്ല. നിങ്ങളുടെ പുതിയ എഡിഷൻ സോബൻ പീറ്ററില്ല, പഴയ എഡിഷനിലുണ്ട്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഹിയർ നമ്മൾ ഒരു ഫാർമർ ഒരു സീഡ് ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ ഇടുന്ന പോലെ സോയിൽ, സീഡ് ആൻഡ് സോവർ. സോ പീപ്പിളാണ് സോയിൽ, അവരിലേക്കാണ് നമ്മൾ വി ആർ ഇൻജെക്റ്റിംഗ് ഓർ വി ആർ ടെല്ലിങ്, we are sharing the health education. അപ്പം ഹെൽത്ത് ഫാക്ട്സ് എന്ന് പറയുന്നത് സീഡാണ്. ഓക്കെ, ആൻഡ് ദ മീഡിയ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയ ഇസ് ദ സോവർ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് സോയിൽ, സീഡ് ആൻഡ് സോവർ. So prior knowledge of the people, customs, habits, taboos, beliefs and health need is essential for successful health education. അപ്പോൾ നമ്മൾ അതെല്ലാം അറിഞ്ഞാൽ മാത്രമേ we can have a successful health education. So നമ്മുടെ principles we have finished now, principles of health education. ഓക്കെ, ഇത് നല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രിൻസിപ്പിൾസും പേര് ബൈഹാർട്ട് പഠിക്കുക, അതിൻ്റെ ചെറിയ കോൺസെപ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്നും പഠിക്കുക. സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു ദ അപ്രോച്ചസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ അപ്രോച്ചസ്, അല്ലെങ്കിൽ വിച്ച് എമംഗ് ദീസ് ആർ not coming under the approaches to health education എന്നും ചോദിക്കാറുണ്ട്. So what are the approaches? Regulatory approach, service approach, educational approach and primary health care approach. So these are the 4 approaches in health education. Okay, അതായത് നമ്മൾ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം, that is what it tells. So the regulatory approach is all about റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, ലോസിനെ പറ്റിയാണ് റെഗുലേറ്ററി അപ്രോച്ച് പറയുന്നത്. ഇപ്പം നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ കമ്പൽസറി ആക്കുന്നത്, പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു എപ്പിഡമിക് ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ദിസ് കോവിഡ് ടൈമിൽ തന്നെ പല ക്വാറന്റൈൻ നോംസ് വന്നു, അതൊക്കെ ലോസ് ആയിട്ട് വന്നു അല്ലേ. നമ്മുടെ റെസ്ട്രിക്ഷൻസ്, കൂട്ടം കൂടാൻ പാടില്ല, ദാറ്റ് ഈസ് ഓൾ comes under the regulatory approach. So that is ultimate aim is to improve the health and restoring back our health. So that is what regulatory approach is. Laws, so it is related to laws. Then service approach is like it should be whatever services we are giving, it should be based on the felt needs of the people. Okay, അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു വാട്ടർ സീൽ ടോയ്ലറ്റ്സ് നമ്മൾ സർവീസ് ബേസിസിൽ കൊടുത്തിട്ട് ഇഫ് ദ പീപ്പിൾ ആർ നോട്ട് യൂസ്ഡ് for using such kind of toilets, there is no point in giving them such kind of toilets. അപ്പോൾ നമ്മളെപ്പോഴും ആൾക്കാർക്ക് അറിഞ്ഞിട്ടുള്ള ഉപയോഗപ്രദമായ കാര്യങ്ങൾ, ഉപയോഗപ്രദമായ സർവീസസ് കൊടുക്കുക. അതർവൈസ് ഇറ്റ് വിൽ ബി അട്ടർ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സർവീസ് അപ്രോച്ച്. ആൻഡ് എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഇസ് ലൈക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഈ ലോസോ അല്ലെങ്കിൽ റെഗുലേഷൻസോ ചെയ്തിട്ട് കാര്യമില്ല. വെൻ ഇറ്റ് ഒബ്വിയസ്ലി comes to the personal choices. Okay, ഇപ്പം നമ്മൾ സ്മോക്കിംഗ് ഒക്കെ ദാറ്റ് ഈസ് ഓൾ പേഴ്സണൽ ചോയ്സസ് അല്ലേ. ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഓൾ ആർ പേഴ്സണൽ ചോയ്സസ്. അങ്ങനത്തെ കേസിൽ വെൻ വി ആർ ടെല്ലിങ് ലൈക്ക് നോ, one day fine morning ഒരു റൂൾ വരികയാണ്, യു ആർ നോട്ട് സപ്പോസ് ടു ഈറ്റ് ദിസ് കൈൻഡ് ഓഫ് ഫുഡ്, or you are not supposed to smoke at all, you are not supposed to buy cigarettes. So in that cases it won't be a success because people won't obey. It will lead to a lot of complications. In such cases നമുക്ക് health education കൊടുക്കാനേ പറ്റുള്ളൂ. We can educate the people and we can tell them what are the bad and what are the consequences of these kind of habits, and finally we can at least we can try them, or we can make them not to attempt or not to go for such kind of activities. അങ്ങനെയാണ് നമുക്ക് എഡ്യൂക്കേഷണൽ അപ്രോച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. Okay, and the last one is primary healthcare approach. So primary healthcare is another concept
which was emerged in 1978 during Alma-Ata conference. So that is like giving people's health in people's hand. അതാണ് അതിൻ്റെ മോട്ടോ പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ. സോ പ്രൈമറി ഹെൽത്ത് കെയർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനും നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറും കൂടെ കൂടിയിട്ട് they both should go hand in hand and to find their own problems, and this healthcare provider, അതായത് ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, ആശാ വർക്കേഴ്സ് ആവാം, ഇവരുടെ ഹെൽപ്പോട് കൂടി നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. So that is what primary health care tells, and the important principles of primary health care involves equitable distribution. That means നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതായത് നമ്മളിപ്പം കൂടുതലായിട്ടും urban ഏരിയയിലാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് എല്ലാം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്, ഈവൻ എവറിത്തിങ്. സോ ബട്ട് ഇൻ urban ഏരിയ population is like comparatively less. So that should not be the scenario. We should have an equal distribution. Okay, and the first principle is equitable distribution. Then we have a community participation. We should always engage the community. Okay, then we have intersectoral coordination. That is, we should seek the help of other like WHO, other NGOs, such as few kinds of NGOs are there. നമ്മുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. സോ അതിൻ്റെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് വി ഷുഡ് എല്ലാവരെയും ഹെൽപ്പ് നമ്മൾ എടുത്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് പ്രൊമോഷൻ കൊടുക്കണം. ആൻഡ് appropriate technology. So another principle is like appropriate technology. We should make use of the appropriate technology that we are exposed to. And the last one is focus on prevention. If focus on prevention ചില ബുക്കിൽ കാണാറില്ല, ചില ബുക്കിൽ കാണാറുണ്ട്. So basically equitable distribution, community participation, intersectoral coordination, like sectors, intersectors, അതായത് പല ബ്രാഞ്ചസുമായിട്ട് we should have a coordination. Then appropriate technology and focus on prevention. ജസ്റ്റ് ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. വാട്ട് ആർ ദ പ്രിൻസിപ്പൽസ്? സോ ജസ്റ്റ് ഓർത്തിരിക്കുക, പ്രിൻസിപ്പൽസ് ഓഫ് PHC. ഓക്കെ, പ്രൈമറി ഹെൽത്ത് കെയർ. Next we have types of communication. So health education, what are the types of communications we have? It is also very important. So one way communication is otherwise known as didactic method. ഇങ്ങനെയും ചോദിക്കാറുണ്ട്, didactic method is what? So it is one way communication. That means ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. So that is like a one-way communication. So two-way communication is otherwise known as Socratic method. So two-way എന്ന് വെച്ചാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, and I'm getting your responses as well. അപ്പം തന്നെ ലൈക്ക് ആ ഒരു മൊമെൻറ്റിൽ. So two-way communication, അതായത് സെൻഡർ ടു റിസീവർ പോകുന്നു, ആൻഡ് റിസീവർ ടു സെൻഡർ ഐ എം ഗെറ്റിംഗ് സംതിങ്, or feedback or something. So that is like two-way communication. Then we have verbal communication and non-verbal communication. Then formal and informal. We have a visual, and we have telecommunications and internet. So ഈ one way ൻ്റെയും two way ൻ്റെയും synonyms ഓർത്ത് വയ്ക്കുക, didactic and Socratic method. Next we are going to methods in health education. Okay, so how we have to proceed a health education talk. Okay, so we have individual approach, we have a group approach, and we have a mass approach. Okay, നമ്മൾ ഇങ്ങനെ വേണം ഓരോ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ഈസ് ഇൻഡിവിജ്വൽ അപ്രോച്ച്? സോ ഇറ്റ് ഈസ് ത്രൂ പേഴ്സണൽ കോൺടാക്ട്, ത്രൂ ഹോം വിസിറ്റ്, ത്രൂ പേഴ്സണൽ ലെറ്റേഴ്സ്. ഓക്കെ, അതായത് പേഴ്സണൽ ഓരോ പേഴ്സണെ നമ്മളെങ്ങനെ കോൺടാക്ട് ചെയ്യും, ഒന്നല്ലെങ്കിൽ അവരെ ഹോം വിസിറ്റ് വഴി, അല്ലെങ്കിൽ ലെറ്റേഴ്സ് വഴി, അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഡയറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ അപ്രോച്ച്. ഓക്കെ, ദെൻ വി ആർ കമ്മിങ് ടു ദ ഗ്രൂപ്പ് അപ്രോച്ച്. ഓക്കെ, സോ ഗ്രൂപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സാധാ ക്ലാസ് എടുക്കുന്ന പോലെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എ ലെക്ചേഴ്സ്. ഓക്കെ, ലെക്ചേഴ്സ് വഴി നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യാം. ഡെമോൺസ്ട്രേഷൻസ് വി ക്യാൻ ഡു. ഡിസ്കഷൻ മെത്തേഡ്സ് ഉണ്ട്, പല ഡിസ്കഷൻ മെത്തേഡ്സ് ഉണ്ട്. വി ക്യാൻ ഹാവ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ, പാനൽ ഡിസ്കഷൻ, വി ക്യാൻ ഹാവ് സിമ്പോസിയം, വർക്ക്ഷോപ്സ്, കോൺഫറൻസസ് ആൻഡ് സെമിനാർസ്, ഇതെല്ലാം നമുക്ക് നടത്താം. ഓക്കെ, ഇതിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു കുറച്ച് 5-6 ആൾക്കാർ ഒന്നിച്ചിരുന്നിട്ട് ദേ ആർ ഡിസ്കസിങ് അബൌട്ട് സംതിങ്. ഓക്കെ, ദെൻ പാനൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് 4 to 8 എക്സ്പേർട്സ് ഉണ്ടാവും, ആൻഡ് ദേ വിൽ സിറ്റ് ആൻഡ് ദേ വിൽ ഡിസ്കസ് അബൌട്ട് എ ടോപ്പിക് ഇൻ ഫ്രണ്ട് ഓഫ് എൻ ഓഡിയൻസ്. അവിടെ ഒരു ഓഡിയൻസ് ഉണ്ടാവും. ഓക്കെ, സോ അത് ആക്ച്വലി ഇറ്റ് വിൽ ബി മോണിറ്റേർഡ് ഓർ ഹെഡഡ് ബൈ എ ചെയർമാൻ. അയാളായിരിക്കും ആ സെഷൻ ഓപ്പൺ ചെയ്യുക, ആൻഡ് പുള്ളി ആ ഓരോ സ്പീക്കേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഹി വിൽ കൺട്രോൾ ദ ഡിസ്കഷൻസ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ചെയർമാൻ ഹാവ് ദ duty to summarize what are the points that have come up during the discussion. So that is panel discussion. Okay, group discussion അകത്ത് ഒരു 6 മുതൽ 12 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഒരു ഇഫക്റ്റീവ് ഗ്രൂപ്പിനകത്ത്. അതിനൊരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാവും, ആൻഡ് ഹി വിൽ ഇനീഷ്യേറ്റ് ദി സബ്ജക്റ്റ്, ആൻഡ് ഹി വിൽ പ്രിവെൻറ്റ് അൺവാണ്ടഡ് കോൺവെർസേഷൻസ്. ഓക്കെ, ആൻഡ് ദർ ഷുഡ് ബി എ റെക്കോർഡർ ഹു പ്രിപ്പയർസ് എ റിപ്പോർട്ട് ഓൺ ദ ഇഷ്യൂസ്.
ആൻഡ് അഗ്രിമെൻറ്റ്സ് വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പായിട്ട് ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ചില സമയത്ത് ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അൺഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. അതായത് കുറച്ച് സ്മാർട്ട് അല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുമായിട്ട് ഒരു അൺഈക്വൽ പാർട്ടിസിപ്പേഷൻ വരാം. സോ ദാറ്റ് ഈസ് വാട്ട് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ദെൻ പാനൽ ഡിസ്കഷൻ ഈസ് ഐ ഹവ് ടോൾഡ് യു. ദെൻ നെക്സ്റ്റ് ഇസ് ലൈക്ക് നമ്മുടെ സിമ്പോസിയം എന്ന് പറയുന്ന ഒരു സംഭവം. സിമ്പോസിയം ഇസ് ലൈക്ക് എ സീരീസ് ഓഫ് സ്പീച്ചസ് ആണ്. ഓക്കെ, അതായത് ഓരോ സ്പീക്കർ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ജസ്റ്റ് ബ്രീഫായിട്ട് പറയും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഡിയൻസ് ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ ആൻഡ് എ ചെയർമാൻ വിൽ ബി ദർ, ഹി ക്യാൻ സമ്മറൈസ്. ഓക്കെ, ദാറ്റ് ഈസ് ലൈക്ക് എ സീരീസ് ഓഫ് സ്പീച്ചസ് ഓൺ എ സെലക്റ്റഡ് ടോപ്പിക്. സോ ദാറ്റ് ഈസ് വാട്ട് സിമ്പോസിയം. ആൻഡ് വർക്ക്ഷോപ്പ് ഇസ് ലൈക്ക് എ സീരീസ് ഓഫ് മീറ്റിംഗ്സ്. വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് മീറ്റിംഗ്സ് വിച്ച് എംഫസൈസസ് ഓൺ ദ ഇൻഡിവിജ്വൽ വർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിസോഴ്സ് പേഴ്സൺസ്. അതായത് നമ്മളിപ്പം പിറ്റ് ആൻഡ് ഫിഷർ സീലൻറ്റിൻ്റെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഫ്ലൂറൈഡിൻ്റെ വർക്ക്ഷോപ്പ്, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ദേ വിൽ മേക്ക് us learn. So that is what workshop. Okay, and also it can have a group discussions also. നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പം ഒരു ഗ്രൂപ്പിന് ഒരു ടാസ്ക് കൊടുക്കാം, അങ്ങനെ ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈച്ച് ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിനും ഒരു ചെയർമാനും ഒരു റെക്കോർഡറും ഉണ്ടാവും. ഓക്കെ, ദ ഇൻഡിവിജ്വൽസ് ക്യാൻ വർക്ക്, പ്രോബ്ലം അവർക്ക് സോൾവ് ചെയ്യാം. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ടാകും, അതും ആ ഗ്രൂപ്പ് അനുസരിച്ച് അവർക്ക് സോൾവ് ചെയ്യാം. സോ ദാറ്റ് ഈസ് അബൌട്ട് വർക്ക്ഷോപ്പ്. നമ്മൾ യൂഷ്വലി വർക്ക്ഷോപ്പ് ഏതൊരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് വെക്കാം. നമ്മൾ യൂഷ്വലി നമ്മളത് ചെയ്തുകൊണ്ട് നമ്മളത് പഠിക്കും. സോ ദാറ്റ് ഈസ് എ വർക്ക്ഷോപ്പ്. ഓക്കെ, ദെൻ ഇസ് ലൈക്ക് കോൺഫറൻസസ്. യു ഓൾറെഡി നോ, ലൈക്ക് ത്രീ ഡേയ്സ് കോൺഫറൻസ് അല്ലെങ്കിൽ 2 days കോൺഫറൻസ് ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലൊക്കെ നമ്മൾ കോൺഫറൻസ് വെക്കും. സോ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ എ തീമും ഉണ്ടാവും, എന്തെങ്കിലും ഒരു തീം ഉണ്ടായിരിക്കും. ഓരോ സ്പെഷ്യാലിറ്റിയുടെ കോൺഫറൻസ് എല്ലാം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇസ് സെമിനാർസ്. യു ഓൾറെഡി നോ, ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരാൾ നിന്ന് സെമിനാർ എടുക്കുക. സോ ദാറ്റ് ഈസ് അബൌട്ട് ഗ്രൂപ്പ് അപ്രോച്ച്. Next is mass approach. Okay, so we have finished individual approach, we have finished group approach, and next is mass approach. So mass approach എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറേ ഒരു മാസിന് തന്നെ we have to നമുക്കൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു എ ലാർജ് amount of people. So അതിന് പറ്റിയ മീഡിയംസ് ഇസ് ലൈക്ക് ടെലിവിഷൻ. ഒബ്വിയസ്ലി ടെലിവിഷനിൽ പല ഹെൽത്ത് എഡ്യൂക്കേഷൻ ആഡ്സും യു വിൽ ബി സീയിങ്, റൈറ്റ്? ദെൻ റേഡിയോ, another important one, newspaper, printed material, direct mailing also we can do, posters. Then health museums and exhibitions. Okay, folk method is like what to say, kind of നിങ്ങൾ folk എന്ന് വെച്ചാൽ നമ്മളെ പഴയ ടൈപ്പ് ഓഫ്, നിങ്ങൾ ഈ മറ്റേ പാവകളി, ഫോക്ക് ഡാൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വലിയൊരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് വി ക്യാൻ ഡു ദാറ്റ് ഓൾസോ. ദെൻ ഇസ് ലൈക്ക് ഒബ്വിയസ്ലി ഇൻ്റർനെറ്റ്. സോ ദ മോസ്റ്റ് റീസെൻറ്റ് എന്താ പറയുക സെൻസേഷണൽ ഫൈൻഡിങ്സ് ആണ് ടെലികമ്മ്യൂണിക്കേഷൻസ് ഇൻ ദ ഇൻ്റർനെറ്റ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ മാസ് അപ്രോച്ച്. സോ ഇത് സിമ്പിളാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നന്നായിട്ട് നോക്കുക. നിങ്ങൾക്ക് മോഡൽസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കണ്ടു. സോ ഹെൽത്ത് ബിലീഫ് മോഡൽ നന്നായിട്ട് മനസ്സിലാക്കുക. സോ ഹെൽത്ത് ബിലീഫ് എന്ന് വെച്ചാൽ മോഡൽസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല മോഡൽസിൻ്റെ ബേസിസിൽ, ഓക്കെ, അതിൻ്റെ ഒരു ബേസിസിൽ ഹൗ വി ക്യാൻ ഗിവ് എ ഹെൽത്ത് എഡ്യൂക്കേഷൻ. സോ ദാറ്റ് ഈസ് വാട്ട് എ മോഡൽ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടെൽസ് യു. ഓക്കെ, നമുക്ക് എങ്ങനെ ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, ഹെൽത്ത് ബിലീഫ് മോഡൽ ഇസ് ലൈക്ക് അബൌട്ട് ഹ്യൂമൻ ഹെൽത്ത് ഡിസിഷൻസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മേക്കിംഗ് ആൻഡ് സബ്സിക്വൻറ്റ് ബിഹേവിയർ. Making a particular behavior is based on a following 6 constructs. Okay, നമ്മളൊരു പെർട്ടിക്കുലർ ബിഹേവിയർ എടുക്കുന്ന, അതിൻ്റെ തീരുമാനം എടുക്കുന്നത് ഈ ഒരു 6 constructsൻ്റെ ബേസിസിലാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഹെൽത്ത് ബിലീഫ് മോഡൽ എംഫസൈസസ്. സോ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ റോസൻസ്റ്റോക്ക് ഇൻ 1915. ഓക്കെ, അതിൻ്റെ ഈ ഓരോ മോഡൽസിനും ഓരോ കൺസ്ട്രക്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ലൈക്ക് ഓരോ എംഫസൈസ് ചെയ്യേണ്ട ചില ഏരിയാസ്. ഓക്കെ, സോ ഇവിടെ വരുന്ന കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത് പെർസീവ്ഡ് സസെപ്റ്റബിലിറ്റി, സിവിയറിറ്റി, ബെനിഫിറ്റ്സ് ആൻഡ് ബാരിയേഴ്സ്, ക്യൂസ് ടു ആക്ഷൻ ആൻഡ് സെൽഫ് എഫിക്കസി. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഹെൽത്ത് ബിലീഫ് മോഡൽ എന്ന് പറയുമ്പം ഇപ്പം ഒരാൾക്ക് പിരിഡോണ്ടൈറ്റിസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു കാൽക്കുലസ് ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പം ഹീ ഷുഡ് ബി നോയിങ് അബൌട്ട് ദ പെർസീവ്ഡ് സസെപ്റ്റബിലിറ്റി. അതായത് ഹീ ഷുഡ് തിങ്ക് ദാറ്റ് ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഐ ക്യാൻ ഓൾസോ ഗെറ്റ് എ പിരിഡോണ്ടൈറ്റിസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്, പെർസീവ്ഡ് സസെപ്റ്റബിലിറ്റി. ഞാൻ സസെപ്റ്റബിൾ ആണ് എന്നുള്ളത് പുള്ളിക്ക് ആദ്യം ഒരു ബോധം വേണം. ആൻഡ് ഹീ ഷുഡ് ബി ഓൾസോ aware about the severity. Okay, if it is untreated, it can cause severe problems, even losing of teeth. Okay, then next is benefits and barriers. He should know what are the benefits if he gets
treated at the right time, and what are the barriers for getting a treatment. So that everything he should know. And what are the cues to action and what are the self efficacy. Okay, അപ്പം നമ്മൾ ക്യൂസ് ടു ആക്ഷൻ എന്ന് പറയുമ്പം എങ്ങനെയൊക്കെ വാട്ട് ആർ ദ തിങ്സ് ഹി ക്യാൻ ഡു ടു ഇംപ്രൂവ് ഹിസ് ഓൺ ക്ലെൻലിനെസ് അല്ലെങ്കിൽ ഇംപ്രൂവ് ഹിസ് ഓൺ മെത്തേഡ് ഓഫ് ഇംപ്രൂവിങ് ഓറൽ ഹൈജീൻ. അപ്പം ആൻഡ് ഓൾസോ ഹൗ ഹി ക്യാൻ അറ്റെയിൻ എ സെൽഫ് എഫിക്കസി. സോ ദാറ്റ് ഈസ് വോട്ട് ആ ഒരു 6 കൺസ്ട്രക്ട്സ് അല്ലെങ്കിൽ 6 സബ് ഡിവിഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എ മോഡൽ. ആ ഒരു മോഡലിൻ്റെ ബേസിസിൽ നമുക്ക് പല ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ തിങ്സ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആൻഡ് യു വിൽ ഫൈൻഡ് വൺ മോർ മോഡൽസ്. ഐ തിങ്ക് ഇറ്റ് ഇസ് പ്രൊസീഡ് മോഡൽ. ജസ്റ്റ് അതിൻ്റെ ഫുൾ ഫോമും പേരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാൻ ആസ്ക്. ഓക്കെ, പ്രൊസീഡ് മോഡൽ. ഓക്കെ, സോ അതും അതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. ഇറ്റ് ഈസ് ലൈക്ക് എ ഹൈപ്പോത്തറ്റിക്. നമ്മളിങ്ങനെ എന്താ പറയുക, അതിനങ്ങനെ റിയലായിട്ട് നമ്മളത് എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കുക. അതെന്താണ്, അതെന്തുകൊണ്ട് അങ്ങനെ വന്ന് അങ്ങനെ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. പ്രൊസീഡ് എന്താണെന്ന് ജസ്റ്റ് പൾസിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കൂട്ടോ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. കൂടുതൽ അതിൽ തല പൊണ്ണാക്കണ്ട കേട്ടോ. സോ ഇറ്റ് ഈസ് ലൈക്ക് കുറച്ച് ഹൈ ലെവലാണ്, PG ലെവലിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ്. സോ ജസ്റ്റ് വായിക്കുക, മനസ്സിലാക്കുക എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് കംസ് വാട്ട് ഈസ് ഇറ്റ് മെയിൻ പേർപ്പസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പ്രോഗ്രാം പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് വി ക്യാൻ യൂസ് എ പ്രൊസീഡ് മോഡൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് ഒരുപാട് ആലോചിച്ച് അത് കൺഫ്യൂസ്ഡ് ആവൊന്നും വേണ്ട. അതിൻ്റെ എന്യൂമറേഷൻസ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, വി ആർ മൂവിങ് ടു അനദർ ന്യൂ ടോപ്പിക്, ദാറ്റ് ഇസ് സ്ക്രീനിങ്. ഓക്കെ, സോ സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ആക്റ്റീവ്ലി ഐഡൻറ്റിഫൈയിങ് എ ഡിസീസ് ഓർ എ പ്രീ ഡിസീസ് ഇൻ ഇൻഡിവിജ്വൽസ് ഹു ആർ പെർസ്യൂം ടു ബി ഹെൽത്തി. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ പെട്ടെന്ന് നമ്മൾ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് സം കൈൻഡ് ഓഫ് ഡിസീസസ്. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? ദ ക്ലിനിക്കൽ കോഴ്സ് ഓഫ് ദ ഡിസീസ് വിൽ ബി ആൾട്ടേർഡ് ആൻഡ് പ്രോഗ്നോസിസ് ക്യാൻ ഓൾസോ ബി ഇംപ്രൂവ്ഡ്. അതിൻ്റെ പ്രോഗ്നോസിസും നമുക്ക് കൂട്ടാം. ക്ലിനിക്കൽ കോഴ്സ് ഓൾസോ വി ക്യാൻ ആൾട്ടർ. ഓക്കെ, ഇഫ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് മച്ച് ഏർലിയർ സ്റ്റേജ്. സോ ഇത് ഡെഫിനിഷൻ ജസ്റ്റ് ഓർത്ത് വെക്കൂ. മേ ബി ചോദിക്കാം. ദ സെർച്ച് ഫോർ അൺറെക്കഗ്നൈസ്ഡ് ഡിസീസ് ഓർ എ ഡിഫക്റ്റ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്ത ഡിസീസും ഡിഫക്റ്റിനെയാണ് വി ആർ ഗോയിങ് ടു സെർച്ച്, അല്ലേ? ഡിഫക്റ്റ് ബൈ മീൻസ് ഓഫ് എ റാപ്പിഡ്ലി അപ്ലൈഡ് ടെസ്റ്റ് or examinations or other procedures in apparently healthy individuals. Okay, total healthy alla, apparently healthy, we don't know we have any kind of disease. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റോ പ്രൊസീജിയേഴ്സോ വെച്ചിട്ട് we are finding for a unrecognized disease. So that is the definition of screening. ഇനി നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, പല ടൈപ്പ് ഓഫ് സ്ക്രീനിങ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രാം വി ക്യാൻ ഡു, അങ്ങനെ യു നോ സം കൈൻഡ് ഓഫ് സ്ക്രീനിങ് ടെസ്റ്റ്. So the test must satisfy certain criteria. Okay, so when you're doing a screen test, it should be acceptable to everyone. It should have a property of repeatability. അതായത് നമ്മുടെ ഇൻഡെക്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാൾ ചെയ്യുമ്പം ലൈക്ക് ഇറ്റ് ഷുഡ് ഹാവ് എ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് റിപ്പീറ്റബിൾ ചെയ്യുന്ന സമയത്തും നമുക്ക് റിസൾട്ട്സ് മാറാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ വാലിഡിറ്റി. സോ വാലിഡിറ്റി കോമ്പണൻറ്റ് ഓർത്ത് വെച്ചോളൂ. ഈ വാലിഡിറ്റീനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ yield, ഇറ്റ് ഷുഡ് ഹാവ് എ സിംപ്ലിസിറ്റി, സേഫ്റ്റി, റാപ്പിഡിറ്റി, ഈസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കോസ്റ്റ്, എവറിത്തിങ്. ഇതൊക്കെ സെൽഫ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ആൻഡ് നൗ വീൽ സ്റ്റിക്ക് ഓൺ ടു വാലിഡിറ്റി. സോ ദിസ് വാലിഡിറ്റി ഹാസ് ഗോട്ട് 2 components, ദാറ്റ് ഈസ് സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. ഓക്കെ, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. സോ അത് വരുന്നത് സ്ക്രീനിങ്ങിലാണ്. ഓക്കെ, നമ്മുടെ വാലിഡിറ്റീൻ്റെ 2 കോമ്പണൻ്റ് ആണ്, സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാക്സിമം നിങ്ങൾ ഐഡിയ മനസ്സിലാക്കി പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഐഡിയ എത്രയായിട്ടും തലയിൽ കയറുന്നില്ലെങ്കിൽ അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്തേക്കുക, അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവില്ല, സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. ഓക്കെ, സോ സെൻസിറ്റിവിറ്റി. ഓക്കെ, സെൻസിറ്റീവ് ആ വേർഡ് ആലോചിക്കൂ. ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മൈൽഡായിട്ടുള്ള കാര്യം പോലും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ സ്ക്രീനിങ്ങിൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എനി ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ കറക്റ്റ്ലി ദോസ് ഹൂ ഹാവ് ദ ഡിസീസ്. അപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് പോലും ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ക്രീനിങ്ങിൽ എപ്പോഴും അറിയേണ്ടത് ഡിസീസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഡിസീസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് അസുഖമുള്ള ആൾക്കാരെ, ഡിസീസ് ഉള്ള ആൾക്കാരെ ആ ഒരു ടെസ്റ്റിന് കണ്ടുപിടിക്കാൻ കഴിയുന്ന അതിൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൻസിറ്റീവ്, ദ ടെസ്റ്റ് ഇസ് ഹൈലി സെൻസിറ്റീവ്.
Okay, the COVID test is highly sensitive. Screening test is highly sensitive, which means the test has got the ability to correctly identify those who have the disease. So that is about sensitivity. Okay, now we are moving to specificity. Okay, the screening test, the COVID screening test is highly specific ആണ്. Okay, ഇപ്പം നമ്മൾ സ്പെസിഫിക്കിന് ഒരു എക്സാമ്പിൾ പറയാണ്. ദിസ് ടീച്ചർ ഇസ് ഹൈലി സ്പെസിഫിക് അബൌട്ട് വാട്ട് ഹി ടീച്ചേഴ്സ്. ഓക്കെ, അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുക, ഭയങ്കര കറക്റ്റായിട്ട് നമുക്ക് ആപ്റ്റായിട്ട് പറഞ്ഞു തരും, ടു ദ പോയിന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ടു ദ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും പറയില്ല, കറക്റ്റാണ്, സ്പെസിഫിക് ആണ്, ആപ്റ്റാണ്. അപ്പം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. സോ സ്പെസിഫിസിറ്റി മീൻസ് ദ എബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ കറക്റ്റ്ലി ദോസ് ഹു ഡു നോട്ട് ഹാവ് ദ ഡിസീസ്. അപ്പം അസുഖം ഇല്ലാത്ത ആൾക്കാരെയൊന്നും കണ്ടുപിടിച്ച് തരില്ല. സോ അവിടെ സ്പെസിഫിക് ആണ്, ഇല്ലാത്തതൊന്നും പറയില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് കോറിലേറ്റ് ഇറ്റ് വിത്ത് എ ടീച്ചർ. അപ്പോൾ ടീച്ചർ സ്പെസിഫിക് മീൻസ് ടു ദ പോയിന്റ് ആണ്. അപ്പം ടെസ്റ്റ് സ്പെസിഫിക് മീൻസ് ടു ദ ഡിസീസ് ആണ്. അപ്പം ഇല്ലാത്തത് ദോസ് ഹു നോട്ട് ഹാവിങ് ദ ഡിസീസ് അവിടെ എലിമിനേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഇസ് സ്പെസിഫിസിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ കറക്റ്റ്ലി ദോസ് ഹു ഡു നോട്ട് ഹാവ് ദ ഡിസീസ്. ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. സെൻസിറ്റിവിറ്റി വേറെ, സ്പെസിഫിസിറ്റി വേറെ. ഇതൊരു 1000 തവണ കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടി അവർ പരമാവധി നിങ്ങൾക്ക് എടുത്ത് ചോദിക്കും. ഓക്കെ, സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. സോ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ കറക്റ്റ്ലി ദോസ് ഹു ഹാവ് ദ ഡിസീസ് ആൻഡ് ഓപ്ഷൻസിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവും, സ്പെസിഫിസിറ്റി ഉണ്ടാവും, പിന്നെ എസ് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. സോ ജസ്റ്റ് try to understand what is sensitive and what is specific. Specific എന്ന് വെച്ചാൽ കറക്റ്റ് അത് മാത്രമേ ഉള്ളൂ, അതിനില്ലാത്ത ഒന്നുമില്ല. സെൻസിറ്റീവ് എന്ന് വെച്ചാൽ മൈന്യൂട്ട് ആയിട്ടുള്ളത് പോലും നമുക്ക് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആൾ ഭയങ്കര സെൻസിറ്റീവാണ്, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആവും. അപ്പം മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസീസ് പോലും അവിടെ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് മീൻസ് ഇല്ലാത്തൊന്നും വേണ്ട. സോ ദാറ്റ് ഈസ് സെൻസിറ്റിവിറ്റി ആൻഡ് ദാറ്റ് ഈസ് സ്പെസിഫിസിറ്റി. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു സ്ക്രീനിങ് ടെസ്റ്റും അതിൻ്റെ റിസൾട്ട്സും ആൻഡ് വാട്ട് ആർ ദ കോറിലേഷൻസ് ബിറ്റ്വീൻ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. ഓക്കെ, സോ ഈ ടേബിൾ നോക്കൂ. ഇവിടെ ഈ ടേബിൾ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഉണ്ടാവണം, കാരണം ഇതേ ടേബിൾ ഞാൻ കേസ് കൺട്രോൾ സ്റ്റഡീൻ്റെയും കൊഹോർട്ട് സ്റ്റഡീൻ്റെയും എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ പച്ച കളർ ടേബിൾ നോക്കൂ, സ്ക്രീനിങ് റിസൾട്ട്സ് ആണ്. ഓക്കെ, അപ്പം നമ്മളവിടെ റിസ്ക് ഫാക്ടറിന് പകരം ഹിയർ കം സ്ക്രീനിങ് റിസൾട്ട്സ്, പകരം ഡിസീസ് ഉണ്ടോ ഡിസീസ് ഇല്ലേ. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് പോസിറ്റീവാണ്. ഓക്കെ, അപ്പം പോസിറ്റീവ് നമുക്ക് കിട്ടി സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പം നിങ്ങൾ സസ്പെക്റ്റഡ് റിസ്ക് ഫാക്ടേഴ്സിന് പകരം മനസ്സിൽ വെക്കേണ്ടത് സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് പോസിറ്റീവാണ്, ഡിസീസ് ഉള്ള 80 പേരുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്, ഡിസീസ് ഇല്ലാത്ത 100 പേരും ഉണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്, എന്നിട്ടും ഡിസീസ് ഉള്ള 20 പേരുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്, ഡിസീസ് ഇല്ലാത്ത 800 പേരും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടേബിളിലേക്ക് പോവാം. സോ സെൻസിറ്റിവിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സോ സെൻസിറ്റിവിറ്റി മീൻസ് എന്തായിരുന്നു സെൻസിറ്റിവിറ്റി? നമുക്ക് ഡിസീസ് ഉള്ള ആൾക്കാരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം, അതാണ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഡിസീസ് ഉള്ള ആൾക്കാരുടെ കോളം ഏതാണ്? ഡിസീസ്. ആ കോളം നോക്കുക. അപ്പം 80യും നമുക്ക് 20യും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 100 ഉണ്ട് ഡിസീസ് ഉള്ള കോളത്തിലുള്ള ആൾക്കാർ. ഓക്കെ, അപ്പം ഡിസീസ് ഉള്ള കോളത്തിലെ ആൾക്കാർ 100 ഉണ്ട്. സോ ദാറ്റ് ഇസ് A+C അല്ലേ? ABCD ഓർമ്മയുണ്ടല്ലോ. അപ്പം A+C ആണ് നമ്മുടെ ഡിസീസ് ഉള്ള ആൾക്കാരുടെ ടോട്ടൽ കൗണ്ട്. ഓക്കെ, ആൻഡ് നൗ വി വോണ്ട്, നമുക്ക് കറക്റ്റായിട്ട് ഡിസീസ് ഉള്ള ആൾക്കാർ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാണ് മനസ്സിലാവേണ്ടത്. അപ്പം ഡിസീസ് ഉള്ള ആൾക്കാരെ ടോട്ടൽ കൗണ്ട്, അതായത് സ്ക്രീനിങ് ടെസ്റ്റ് നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് ഡിസീസ് ഉള്ള ആൾക്കാരെ ടോട്ടൽ കൗണ്ട് കിട്ടി. ദാറ്റ് ഈസ് 180. A+C ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 100. 80 + 20 we will get 100. Okay, A+C and the numerator will come as പോസിറ്റീവ് ആയിട്ട് ഡിസീസ് ഉള്ള ആൾക്കാർ, അതായത് സ്ക്രീനിങ് ടെസ്റ്റും പോസിറ്റീവ് വിത്ത് ദ പീപ്പിൾ ഹു ആർ ഹാവിങ് ദ ഡിസീസ്. സോ ദാറ്റ് ഈസ് വാട്ട് എ ഡിനോട്ട് ചെയ്യുന്നത് അതാണ്. സോ സെൻസിറ്റിവിറ്റി നമുക്ക് എന്താണ് ആക്ച്വലി തരേണ്ടത്? പോസിറ്റീവായിട്ട് സ്ക്രീനിങ് ടെസ്റ്റും പോസിറ്റീവ് ഡിസീസുമുള്ള ആൾക്കാർ എത്ര ശതമാനം ഉണ്ട് ഇൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഡയഗ്നോസ്ഡ് വിത്ത് എ ഡിസീസ്. ഓക്കെ, that is what sensitivity.
ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് സെൻസിറ്റിവിറ്റി. A/A+C. ടോട്ടൽ ഡിസീസ് ഉള്ള ആൾക്കാർ, നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ടെസ്റ്റ് ചെയ്തിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് നെഗറ്റീവായിട്ടും സ്ക്രീൻ ടെസ്റ്റ് പോസിറ്റീവായിട്ടും ഡിസീസ് ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഡിസീസ് ഉള്ള ആൾക്കാരിൽ എത്ര ശതമാനം പേർക്കാണ് പോസിറ്റീവ് ടെസ്റ്റ് കിട്ടിയിട്ട് ഡിസീസ് ഉണ്ട്. അപ്പം എബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് ടു ഡിറ്റക്ട് കറക്റ്റ്ലി, ടു ഐഡൻറ്റിഫൈ കറക്റ്റ്ലി ദോസ് ഹു ഹാവ് ദ ഡിസീസ്. അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് പോസിറ്റീവുള്ള ആൾക്കാരല്ലേ വേണ്ട. അപ്പോൾ 80/100. അപ്പോൾ ഡിസീസുള്ള കോളം നോക്കുക. സോ ദാറ്റ് ഈസ് സെൻസിറ്റിവിറ്റി A/A+C. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു സ്പെസിഫിസിറ്റി. അപ്പം നമുക്ക് സ്പെസിഫിസിറ്റിയിൽ വേണ്ടത് ഇല്ലാത്ത ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യണം അല്ലേ. സോ അപ്പോൾ സെൻസിറ്റിവിറ്റിയുടെ ആൻസർ 80/100. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 80%. സോ ദ ടെസ്റ്റ് ഇസ് 80% സെൻസിറ്റീവ്. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നൗ സ്പെസിഫിസിറ്റി നോക്കാം. സ്പെസിഫിസിറ്റിയിൽ നമുക്ക് ഡിസീസ് ഇല്ലാത്ത ആൾക്കാരെ, അതായത് നെഗറ്റീവ് റിസൾട്ടും വിത്തൗട്ട് ഡിസീസും, അവരെയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി D ആണ് ആ ഗ്രൂപ്പ്. നെഗറ്റീവ് സ്ക്രീനിങ് റിസൾട്ടും നെഗറ്റീവ് ഡിസീസും. സോ D, അതായത് 800. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ മെയിൻ എന്താ പറയുക കോറായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എത്ര പേരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ന്യൂമറേറ്റർ അത് വരും. ഓക്കെ, ആൻഡ് ഡിനോമിനേറ്റർ വിൽ ബി ദോസ് ഹു ആർ വിത്തൗട്ട് ദ ഡിസീസ്. അപ്പം D/B+D, അതായത് ഡിസീസ് ഇല്ലാത്ത ആൾക്കാരിൽ, സോ ദാറ്റ് ഈസ് ദ ഡിനോമിനേറ്റർ B+D. അപ്പോൾ നോ ഡിസീസ് ഉള്ള കോളം നോക്കും. അപ്പോൾ ഡിസീസ് ഇല്ലാത്ത ആൾക്കാരിൽ എത്ര പേർക്കാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റും നെഗറ്റീവ് ഡിസീസും ഇല്ലാത്തത്. അപ്പം അവിടെയാണ് നമ്മുടെ സ്പെസിഫിസിറ്റി, ടെസ്റ്റിൻ്റെ കറക്റ്റ് എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ദോസ് ഹു ആർ നോട്ട് ഹാവിങ് ദ ഡിസീസ്. സോ ദാറ്റ് ഈസ് D/B+D. അപ്പം ന്യൂമറേറ്ററും ക്ലിയർ ആയി, ഡിനോമിനേറ്ററും ക്ലിയർ ആയി. നെഗറ്റീവ് ടെസ്റ്റ്, ദോസ് ഹു ഗോട്ട് എ നെഗറ്റീവ് റിസൾട്ട് വൈൽ സ്ക്രീനിങ് ആൻഡ് ദോസ് ഹു ആർ നോട്ട് ഹാവിങ് ദ ഡിസീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ വിത്തൗട്ട് ദ ഡിസീസ്. D/B+D will give you the specificity. Thereby we can eliminate the proportion of the people, or the test can eliminate the proportion or to identify the correctly those who are not having the disease. So specificity will give 800/900, that is 89%. So the test is highly sensitive and the test is highly specific. So it have the ability to test those who are correctly with the disease, and it have the ability to test or to eliminate the people without the disease. So ഈ ഫോർമുല അങ്ങോട്ട് പഠിച്ചു വെക്കുക. A/A+C, D/B+D, D/B+D. I hope it is clear now. Okay, ഇനി സോ സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും കഴിഞ്ഞു. ആൻഡ് നൗ വി ആർ മൂവിങ് ടു ദ പ്രെഡിക്റ്റീവ് ആക്യുറസി. ഓക്കെ, സോ വാട്ട് ഡസ് ദാറ്റ് മീൻസ്? പ്രെഡിക്റ്റീവ് ആക്യുറസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡയഗ്നോസ്റ്റിക് പവർ ഓഫ് ദ ടെസ്റ്റ്. ഓക്കെ, സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ദ പെർഫോമൻസ് ഓഫ് എ ടെസ്റ്റ് ഇസ് മെഷേർഡ് ബൈ ഇറ്റ്സ് പ്രെഡിക്റ്റീവ് വാല്യൂ. ഓക്കെ, so it depends upon predictive accuracy, depends upon sensitivity, specificity and disease prevalence. ഈ പ്രൊഡക്റ്റീവ് അക്യുറസി എന്ന് പറയുന്നത് നമ്മുടെ സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യും, സ്പെസിഫിസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് ഓൾസോ ഡിസീസ് പ്രിവലൻസിനെയും ഇറ്റ് ഡിപ്പെൻഡ്സ്. ഈ പ്രൊഡക്റ്റീവ് അക്യുറസിയിൽ വി ഹാവ് ടു കോമ്പണൻറ്റ്സ്, ദാറ്റ് ഈസ് പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ ആൻഡ് വി ഹാവ് നെഗറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ. So positive predictive value is otherwise known as PPV and negative predictive value means NPV. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും PPV NPV ഒക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് പോസിറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റിൻ്റെ ഡയഗ്നോസ്റ്റിക് പവറാണ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് പവർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടണം, അതാണ് ഡയഗ്നോസ്റ്റിക് പവർ. ഓക്കെ, so what is positive predictive value tells you? It is the proportion of the patients who test positive and who actually have the disease. അതായത് ഡിസീസ് ഉള്ള ആൾക്കാരിൽ എത്ര പേര് പോസിറ്റീവായി. ആൻഡ് നെഗറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ പ്രപ്പോർഷൻ ഓഫ് ദ പേഷ്യൻസ് ഹു ടെസ്റ്റ് നെഗറ്റീവ് ഹു ആർ ആക്ച്വലി ഫ്രീ ഓഫ് ദ ഡിസീസ്. ഓക്കെ, അപ്പം ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ എത്ര നെഗറ്റീവായി എന്നും ഡിസീസ് ഉള്ള ആൾക്കാർ എത്ര പോസിറ്റീവ് ഉണ്ട് എന്നുള്ളതുമാണ് പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂം നെഗറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂം നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ. ഓക്കെ, അപ്പം ABCD എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇൻ ടേംസ് ഓഫ് AB അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. സോ PPV. അപ്പം നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്ന ആ ഒരു റോ നോക്കുക.
അപ്പോൾ നമുക്ക് അറിയേണ്ടത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരിൽ എത്ര പേർക്കാണ് ഡിസീസും കൂടി ഉള്ളത്. ക്ലിയർ ആയോ? അവിടെ നമ്മൾ തിരിച്ചാണ് നോക്കിയിരുന്നത്. ഓക്കെ, ഡിസീസ് ഉള്ള എത്ര പേരാണ്, നമ്മളവിടെ കോളമാണ് നോക്കിയിരുന്നത്. നമ്മുടെ A+C ആയിരുന്നു നമ്മുടെ ഡിനോമിനേറ്റർ അല്ലേ? നമ്മുടെ സെൻസിറ്റിവിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിസീസ് ഉള്ള ആൾക്കാരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓർമ്മയുണ്ടോ? A+C. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് സെൻസിറ്റിവിറ്റി അതായിരുന്നു A+C. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്ത ആൾക്കാരിൽ എത്ര ആൾക്കാർക്കാണ് ഡിസീസ് ഉള്ളത്, അതായത് ട്രൂ പോസിറ്റീവായിട്ട് എത്ര ആൾക്കാരുണ്ട്. ഓക്കെ, ദോസ് ഹു ടെസ്റ്റ് പോസിറ്റീവ് ആൻഡ് ഹു ആക്ച്വലി ഹാവ് ദ ഡിസീസ്. അപ്പോൾ നമ്മൾ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ പോസിറ്റീവ് എന്ന് പറയുന്ന എൻറ്റയർ റോ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ വരും? എത്ര പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിസീസ് ഉണ്ട്. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എൻറ്റയർ റോ നോക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് പോസിറ്റീവ് ആൾക്കാരെ കിട്ടും, എയും ബിയും. ഡിസീസ് ഉള്ള ആൾക്കാരും പോസിറ്റീവ് ഉണ്ട്, നോ ഡിസീസ് ഉള്ള ആൾക്കാരും പോസിറ്റീവ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ലൈക്ക് A/A+B വിൽ ഗിവ് യു PPV, അതർവൈസ് പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ. അപ്പം ഈ A/A+Bയും A/A+Cയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക. ഞാനൊരു ക്ലൂ തരാം. നമ്മൾ സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയിലും വി ആർ ചെക്കിങ് ഇറ്റ് ആസ് കോളം വൈസ്, ബിക്കോസ് വി വോണ്ട് ട്രൂ ഡിസീസ് ഉള്ള ആൾക്കാരെയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ടെസ്റ്റഡ് ഹു ആർ വിത്ത് ദ ഡിസീസ്, അതാണ് വേണ്ടത്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ടെസ്റ്റിംഗ് ആണ് ഇമ്പോർട്ടൻസ്, അവിടെ ഡിസീസ് ആയിരുന്നു ഇമ്പോർട്ടൻസ്. അപ്പോൾ രണ്ടും രണ്ട് കോൺസെപ്റ്റാണ്. ഇവിടെ നമ്മൾ ടെസ്റ്റിൻ്റെ ഡയഗ്നോസ്റ്റിക് പവറാണ് ചെക്ക് ചെയ്യുന്നത്, ഇന്ന പ്രെഡിക്റ്റീവ് അക്യുറസി. അതായത് അപ്പോൾ നമുക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എത്ര പേർക്കാണോ പോസിറ്റീവ് ആയത്, അപ്പം നമുക്കൊരു ഒരു ടെസ്റ്റിൻ്റെ ഡയഗ്നോസ്റ്റിക് പവർ കിട്ടണം, നമുക്ക് എത്രത്തോളം അത് ഡയഗ്നോസിസ് പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് തന്നു, അതിൽ എത്ര ആൾക്കാർക്ക് ഡിസീസ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ എത്രത്തോളം അത് അക്യുറേറ്റ് ആണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കോവിഡ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 1000 പേരെ സ്ക്രീൻ ചെയ്തപ്പം 1000 പേർക്ക് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു 500 പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് കിട്ടി, കോവിഡ് പോസിറ്റീവായിട്ട് കിട്ടി. അതിൽ രോഗമുണ്ടായിരുന്നത് ഒരു 40 പേർക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? അതിൻ്റെ പ്രെഡിക്റ്റീവ് ആക്യുറസിയാണ് ആ ഒരു ടെസ്റ്റിൻ്റെ. അതായത് രോഗമുള്ള 40 പേർക്ക് മാത്രമേ ആക്ച്വലി പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം ഫാൾസ് പോസിറ്റീവാണ്. ട്രൂ പോസിറ്റീവായിട്ട് അവിടെ ആ ഒരു ഡയഗ്നോസിസ് ടെസ്റ്റിലും പോസിറ്റീവ് ഡിസീസും ഉള്ളവരെയാണ് നമുക്ക് ട്രൂ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് യുവർ പോസിറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ. സോ ആ റോ നോക്കുക, ദാറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പറയുന്ന എൻറ്റയർ റോ. ഓക്കെ, സോ ഇറ്റ് വിൽ ഗിവ്സ് യു A/A+B. ആൻഡ് സിമിലർലി നെഗറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ ഡിസീസ് ഇല്ലാത്ത ആൾക്കാർ, അപ്പം ദോസ് ഹു ടെസ്റ്റഡ് നെഗറ്റീവ്. അപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് തന്നു, എത്ര പേർക്ക് രോഗമുള്ളവരും തന്നു, രോഗമില്ലാത്തവരും തന്നു. അപ്പോൾ രോഗമില്ലാത്ത എത്ര പേർക്ക് നെഗറ്റീവ് റിസൾട്ട് തന്നു, ദാറ്റ് ഈസ് D/C+D. അതാണ് നിങ്ങളുടെ PPVയും NPVയും. അപ്പം പോസിറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ എന്ന് പറയുമ്പം 80 ഡിവൈഡഡ് ബൈ 180, ദാറ്റ് ഈസ് A/A+Bയും. നെഗറ്റീവ് എന്ന് പറയുമ്പം D/800 ഡിവൈഡഡ് ബൈ 820. So positive predictive value is 44% and negative predictive value is 98%. ഇത് വെച്ച് ഒത്തിരി പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് കൺസെപ്റ്റ് തീരെ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബൈ ഹാർട്ട് ദ ഫോർമുല A/A+B ഫോർ പോസിറ്റീവ് predictive values, D/C+D for negative predictive value, A/A+C for sensitivity and D/B+D for സ്പെസിഫിസിറ്റി. ഓക്കെ, അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുക. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ കോളമും റോയും മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് PPV ആൻഡ് NPV ഗിവ്സ് യു. ഇനി നിങ്ങൾക്ക് ഫാൾസ് പോസിറ്റീവ്സും ഉണ്ട്, ഫാൾസ് നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഈ ഫാൾസ് പോസിറ്റീവ് ഇസ് എറർ ഇൻ ഡേറ്റ റിപ്പോർട്ടിംഗ് വെൻ a test result improperly indicates the presence of a condition or a disease. That is the result positive തരുന്നത്, when really it is not. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടി, പക്ഷേ ഡിസീസ് ആക്ച്വലി ഇല്ല. സോ ദാറ്റ് ഈസ് അവർ ബി എന്ന് പറയുന്ന കോമ്പണൻ്റ് ആണ് അത്, അല്ലേ? ഈവൻ ദോ ദേ ഹാവ് ടെസ്റ്റഡ് പോസിറ്റീവ്, സോ ദേ ഹാവ് നോട്ട് ദേ ആർ വിത്തൗട്ട് ദ ഡിസീസ്, സോ ദേ ആർ ആക്ച്വലി ഫാൾസ് പോസിറ്റീവ് ആണ്. ഓക്കെ, പക്ഷേ നമ്മുടെ എ എന്ന് പറയുന്നത്, അതായത് 80 എന്ന് പറയുന്നതാണ് ട്രൂ പോസിറ്റീവ് ആൻഡ് 100 ഈസ് ഫാൾസ് പോസിറ്റീവ്. സോ ദിസ് പോസിറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ വിൽ ഓൾവേസ് ഗിവ്സ് യു how many of them tested are true positives. It will eliminate
എന്താ പറയുക ദ റോൾ ഓഫ് ദറ്റ് ഫാൾസ് പോസിറ്റീവ്. അപ്പം ആ ടെസ്റ്റിൽ ഇത്ര ശതമാനം പേര് ട്രൂ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ 100 എന്ന് പറയുന്നത് ഫാൾസ് പോസിറ്റീവ് ആണ്. ഈവൻ ദോ ദേ ഹാവ് ടെസ്റ്റഡ് പോസിറ്റീവ് ബട്ട് ദേ ആർ നോട്ട് ഹാവിങ് ദ ഡിസീസ്, സോ ദേ ആർ നോൺ ആസ് ഫാൾസ് പോസിറ്റീവ്. സിമിലർലി നെഗറ്റീവിനകത്തും ട്രൂ നെഗറ്റീവ്സും ഉണ്ട്, ഫാൾസ് നെഗറ്റീവ്സും ഉണ്ട്. സോ ട്രൂ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ 800 അല്ലെങ്കിൽ ഡി, അവർക്ക് നെഗറ്റീവ് റിസൾട്ടും തന്നു ആൻഡ് ദേ ആർ നോട്ട് ഹാവിങ് ദ ഡിസീസ്, സോ ദേ ആർ നോൺ ആസ് ട്രൂ നെഗറ്റീവ്. നെഗറ്റീവ് ആണ് അവർ, ട്രൂ ആയിട്ട് നെഗറ്റീവ് ആണ്. പക്ഷേ ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഹാവ് ടെസ്റ്റഡ് നെഗറ്റീവ് ബട്ട് ദേ ആർ ഹാവിങ് ദ ഡിസീസ്, സോ ദാറ്റ് ഈസ് ഫാൾസ് നെഗറ്റീവ്, തെറ്റായ നെഗറ്റീവ് ആണ്. സോ ദാറ്റ് ഈസ് യുവർ സി. സോ എ ബി സി ഡി ആലോചിക്കുക, അങ്ങനെ ആൻസർ ചെയ്യുക. സോ ഫാൾസ് നെഗറ്റീവ് ഇസ് അനദർ എറർ ഇൻ വിച്ച് എ ടെസ്റ്റ് റിസൾട്ട് improperly indicates no presence of the condition, that is the result is negative when in reality it is present. അതാണ് ഫാൾസ് നെഗറ്റീവ്. നെഗറ്റീവിനകത്ത് നമുക്ക് നെഗറ്റീവ് സ്ക്രീനിങ് കിട്ടി, പക്ഷെ അവർക്ക് ഡിസീസ് ഉണ്ട്, ദാറ്റ് ഈസ് ഫാൾസ് നെഗറ്റീവ്. സോ എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണെന്ന് ക്ലിയർ ആയി. സോ എ ഈസ് യുവർ ട്രൂ പോസിറ്റീവ്, ബി ഈസ് യുവർ false positive, C is your false negative and D is your true negative. Okay, so A is true positive and D is true negative. അത് രണ്ടുമാണ് ന്യൂമറേറ്ററിൽ വരുന്നത് when you compare PPV and NPV. Even you are comparing when we are calculating sensitivity as well as specificity. ന്യൂമറേറ്ററിൽ എയും ഡിയും ആണ് സെയിം, ഡിനോമിനേറ്റർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ വേർ വി ആർ സെലക്ടിങ് എ കോളം ആൻഡ് വേർ വി ആർ selecting a row. Okay, so predictive accuracy, it is always we are considering that positive row, and when it is comes for sensitivity and specificity, it will be the disease. Okay, so false positive and true positive and clear. Right now we are moving to yield. Yield is actually the amount of previously unrecognized disease, and that is recognized as a result of a screening effort. നമ്മൾ സ്ക്രീനിങ് എഫേർട്ട് കൊണ്ട് അൺറെക്കഗ്നൈസ്ഡ് ആയ ഒരു ഡിസീസ് പിന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതിനെയാണ് വി വിൽ കോൾ ഇറ്റ് ആസ് yield. ഓക്കെ, സോ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, പ്രിവലൻസ്, പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഇൻ ദ ഡിറ്റക്ഷൻ പ്രോഗ്രാം, അതിനെല്ലാം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഈ പി പി വിയും എൻ പി വിയും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രിവലൻസ് ഓഫ് ദ ഡിസീസ്. ഓക്കെ, റിമെമ്പർ ദാറ്റ്. ഇനി നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, അതായത് ഈ ഫാൾസ് പോസിറ്റീവ് കൂടുകയും ഫാൾസ് നെഗറ്റീവ് കുറയുകയും ചെയ്താൽ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റിയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന്. സോ അങ്ങനത്തെ ഫ്യൂ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ ആദ്യം അത് സോൾവ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻസ് ജസ്റ്റ് മെസ്സേജ് മീ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞു തന്നാൽ ചിലപ്പം മനസ്സിലാക്കണം എന്നില്ല. സോ എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ യു ജസ്റ്റ് ട്രൈ സോൾവിങ് ഇറ്റ് ഔട്ട് ആൻഡ് ജസ്റ്റ് മെസ്സേജ് മീ ഇൻ കേസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. ഓക്കെ, അപ്പം കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ തന്നെ എളുപ്പമായി. ദെൻ യു സ്റ്റഡി ദ ഇക്വേഷൻസ് ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഫാൾസ് പോസിറ്റീവ്, വാട്ട് ഇസ് ഫാൾസ് നെഗറ്റീവ്, വാട്ട് ഇസ് ട്രൂ പോസിറ്റീവ് ആൻഡ് വാട്ട് ഇസ് ട്രൂ നെഗറ്റീവ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ മിസലേനിയസ് ടോപ്പിക്സ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.